ചെന്നൈയിലെ വെപ്പേരി സെന്റ് മത്തിയാസ് CSI ചർച്ചിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അർമീനിയൻ വ്യാപാരിയായ കോജ പെട്രസ് ഉസ്കാൻ സ്വന്തമായി നടത്തിയിരുന്ന ചാപ്പൽ ഓഫ് അവർ ലേഡി ഓഫ് മിറക്കിൾസ് എന്ന സ്വകാര്യ ചാപ്പലിൽ നിന്നാണ്. മദ്രാസിലെ ഏറ്റവും പ്രമുഖനായ അർമേനിയക്കാരനായിരുന്നു ഉസ്കാൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്പനി കൗൺസിലറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മദ്രാസിൽ നിരവധി സംഭാവനകൾ നൽകി എല്ലാവരാലും അംഗീകാരം നേടിയ ഉസ്കാൻ 1751 നിര്യാതനായി ഈ ദേവാലയത്തിൽ സംസ്കരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു സ്വർണ്ണ പെട്ടിയിലാക്കി ന്യൂജൽഫയിലെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് സംസ്കരിച്ചിട്ടുണ്ട്. ഉസ്കാന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം 1752 നവംബറിൽ തരംഗബാഡിയിലെ ഡാനിഷ് പ്രൊട്ടസ്റ്റന്റ് മിഷനായ SPCK 50,000 രൂപയ്ക്ക് ഈ ചാപ്പൽ സ്വന്തമാക്കി. ചാപ്പൽ ഏറ്റെടുത്ത ശേഷം SPCK ഇതിനെ സെന്റ് മത്തിയാസ് ചർച്ച് എന്ന് പുനർനാമകരണം ചെയ്തു. ഉസ്കാന്റെ ശവകുടീരത്തിന് പുറമെ ജർമ്മൻ മിഷണറിയും തമിഴ് പണ്ഡിതനും ഇംഗ്ലീഷ് നിഘണ്ടുവും ബൈബിളും തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയ ജോഹാൻ ഫിലിപ്പ് ഫാബ്രിഷ്യസിനെയും ഇടവക അംഗങ്ങളായ നിരവധി വിദേശികളെയും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ബൈബിൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്യുന്ന രംഗം ചിത്രീകരിക്കുന്ന കല്ലിൽ കൊത്തിയ ഒരു രൂപം ദേവാലയത്തിനുള്ളിൽ സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ നിരവധി ശവകുടീരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ പല ശവകുടീരങ്ങളിലെയും എഴുത്തുകൾ കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞുപോയിരിക്കുന്നു. മദ്രാസിൽ അനേകം സംഭാവനകൾ കാഴ്ചവെച്ച മഹാരഥന്മാരുടെ ഈ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയെയും ഗതകാല സ്മരണകളിലേക്ക് നയിക്കുന്നതായി തോന്നിപ്പോകും. എന്തൊക്കെയോ മന്ത്രങ്ങൾ കാതുകളിൽ മന്ത്രിക്കുന്നതായി തോന്നിപ്പോകും. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയം ബാഹ്യ കേരളത്തിലെ പ്രഥമവും ഏറ്റവും പഴക്കമേറിയതും ചെന്നൈയിലെ അനേക ദേവാലയങ്ങളുടെ തലപ്പള്ളിയുമാണ്. ആദ്യകാലങ്ങളിൽ സിറിയൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ എന്ന പേരിലും പിൽക്കാലത്ത് സെന്റ് ഏലിയാസ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന പള്ളി എന്ന നാമധേയത്തിലും ഈ പള്ളി അറിയപ്പെടുന്നു. കത്രുശിഷ്യനും അന്ത്യോക്യ പാത്രിയർക്കീസന്മാരായിരുന്ന മോറാൻമോർ ഇഗ്നാത്തിയോസ് യാക്കൂബ് തൃതീയൻ ബാവായും മോറാൻമോർ ഇഗ്നാത്തിയോസ് സാഖ പ്രഥമൻ ബാവായും ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. 1936 ശേഷം കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോരുന്ന മലങ്കര മെത്രാപ്പൊലീത്തന്മാരുടെ അധികാര സീമയിൽപ്പെടുന്ന ഈ ദേവാലയം മലങ്കരയുടെ പ്രകാശഗോപുരമായിരുന്ന ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെയും ബാഹ്യകേരള ഇടവകകളുടെ മെത്രാപ്പൊലീത്തയായിരുന്ന തോമസ് മോർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായുടെയും തുടർന്നു വന്ന ആത്മീയ പിതാക്കന്മാരുടെ ആത്മീയ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി ചെന്നൈയിലെ യാക്കോബായ സമൂഹം സത്യവിശ്വാസത്തിൽ ഇന്നയോളം നിലനിർത്തപ്പെട്ടു പോരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും യൂഹാനോൻ മാംദോനോയുടെയും വിശുദ്ധ യൗസേഫ് പിതാവിൻ്റെയും 4 സുവിശേഷകരുടെയും ചിത്രങ്ങൾ തടിയിൽ ആലേഖനം ചെയ്ത വിശുദ്ധ മാമോദിസ തൊട്ടിയും 120 പരം വർഷങ്ങൾ പഴക്കമുള്ള വാദ്യോപകരണമായ പൈപ്പ് ഓർഗനും ഈ ദേവാലയത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. ദേവാലയത്തിൻ്റെ കിഴക്കേ ഭിത്തിയിലായി കർത്താവിൻ്റെ സ്വർഗാരോഹണം ചിത്രീകരിക്കുന്ന ഗ്ലാസ് പെയിൻറ്റിംഗ് പ്രധാന ആകർഷണമാണ്.
ഒരു CSI ദേവാലയം ആരാധനയ്ക്കായി യാക്കോബായ സുറിയാനി സഭ ഉപയോഗിക്കുന്നു എന്ന അപൂർവ പ്രത്യേകതയും ഈ ദേവാലയത്തിനുണ്ട്.